നമസ്കാരം. നിങ്ങളുടെ മനസ്സിന് വിഷമം നൽകുന്നതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം എന്തെല്ലാം കാര്യങ്ങൾക്ക് കാരണമായി തീരും, അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തേതായ ചിത്രം ഗുരുവായൂരപ്പന്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം പരമശിവന്റെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്നോ ഓം നമശിവായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ ഗുരുവായൂരപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ഏതൊരു കാര്യത്തിനും പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അത് പെട്ടെന്ന് തന്നെ സാധിക്കണം എന്നില്ല, എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാകുന്നു. മറ്റുള്ളവരുടെ കഴിവ് തീർച്ചയായും നിങ്ങൾക്ക് പല അവസരങ്ങളിലും ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം മറ്റുള്ളവരെക്കാൾ കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ്. അതിനാൽ ആത്മവിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ആ വിഷമതകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം വന്ന് ചേരുന്നതിന് കാരണമായി തീരും. കർമ്മരംഗത്തോ അതല്ല നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ അതിനാൽ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും നിങ്ങൾ തളരേണ്ടതായ സാഹചര്യമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വ്യക്തി ജീവിതത്തിലാണ് എങ്കിലും കുടുംബത്തിന് വളരെയധികം വില നൽകുന്ന, പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മറ്റുള്ളവർ അർഹിക്കുന്നതായ വില നൽകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ശരിയായ സ്ഥാനം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും പലരാലും അവഗണനകൾ നേരിടുന്ന സാഹചര്യവും ജീവിതത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഒരിക്കലും നിങ്ങൾ തളർന്ന് പിന്മാറുവാൻ പാടുള്ളതല്ല. അതിനാൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നന്മയിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും എന്നാൽ പ്രധാനമായും അതിന് സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ക്രമേണ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. നന്മയുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ അത്തരം വിഷമതകളുണ്ട് എങ്കിൽ അത് നിങ്ങളിൽ നിന്നും ക്രമേണ ഇല്ലാതാവുകയും ചെയ്യും. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ചില വ്യക്തികളെ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടോ അതല്ല മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആണ്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശക്തി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളെയും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മനസ്സിലുള്ള ആ പ്രശ്നങ്ങൾ എപ്രകാരം തരണം ചെയ്യാം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യരുത്,
ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ ഏത് കാര്യത്തെയും കൃത്യമായി തന്നെ ഗ്രഹിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങളിലേക്കോ വിജയങ്ങൾക്കോ സഹായിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറാം. പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, എന്നാൽ അത് മറികടക്കുവാൻ ഈശ്വരാധീനത്താൽ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പരമശിവന്റെ ചിത്രം അഥവാ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ കീഴ്മേൽ മറഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പലവിധ തിരിച്ചടികളോ വിഷമങ്ങളോ ജീവിതത്തിലുണ്ട്. അത്തരത്തിൽ മനസ്സിൽ വിചാരിച്ചതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എങ്കിലും അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നില്ല. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ പ്രയാസപ്പെടുത്താതെ ഒഴിഞ്ഞു പോകും. അതിനാൽ അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കഷ്ടതകൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലവിധ പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജീവിതത്തിൽ സഹായിക്കാൻ പല വ്യക്തികളും മുന്നോട്ട് വരുന്നതായ സാഹചര്യം, പ്രതീക്ഷിക്കാതെ തന്നെ പല വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സഹായങ്ങളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സഹായങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിജയങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ആ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ അല്പം കഠിനമായിരിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ഒരിക്കലും നിങ്ങൾ അതിൽ മതിമറക്കുവാൻ പാടുള്ളതല്ല. പല കാര്യങ്ങളിലും സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ചില കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ്. ചില ചിന്താഗതി മാറ്റേണ്ടത് അനിവാര്യമാണ്. കാരണം അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് മറ്റുള്ളവർക്കും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാകുന്നു. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രധാനമായും വിശ്വാസത്തോടെ ഏതൊരു കാര്യവും നിങ്ങളെ ഏൽപ്പിക്കുവാൻ സാധിക്കുന്നു എന്ന് മറ്റുള്ളവർക്കും അറിയാം. പ്രതിസന്ധികൾ അതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വ്യക്തികളുടെ സഹായത്താലും ജീവിതത്തിൽ നിന്നും അകലാം. അതിനാൽ അല്പം കൂടി കാത്തിരുന്ന് മുന്നോട്ട് പോവുക. വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. സന്തോഷകരമായ ചില കാര്യങ്ങൾ, അതിന് വിഘ്നം നിൽക്കുന്നതായ ആ കാര്യങ്ങളെ തരണം ചെയ്ത് സന്തോഷം കുടുംബ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാം. സൗഹൃദങ്ങളിലൂടെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അവരുടെ പിന്തുണ, സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നിങ്ങൾ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ വിചാരിക്കുന്ന സഹായം ലഭിക്കണം എന്നില്ല. എന്നാൽ മറ്റു ചില വ്യക്തികളുടെ സഹായം ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഏത് കാര്യത്തിലും മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതലാകുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെ നാളായുള്ള പല ആഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ, നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച്
നിങ്ങൾ പ്രവർത്തിക്കുക. വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം നിങ്ങൾ കണ്ടെത്തുക. അതിന് നിങ്ങൾക്ക് സാധിക്കും.